വെള്ളാപ്പള്ളി നടേശനെ വിദ്വേഷ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് CPM മന്ത്രിമാർ CPMകാരായ മന്ത്രിമാർ അദ്ദേഹത്തിന് സ്വീകരണം കൊടുത്ത കാര്യം പറഞ്ഞു. അതേ സ്വീകരണ വേദിയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഹൈബീഡൻ MP-യും അന്നത്തെ MLA കെ ബാബുവും. ആ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തവരാണ്. അതിന് കോൺഗ്രസ്സുകാർക്ക് മറുപടി പറയേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ CPMനോട് ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, അത് ഇവരോടും ചോദിക്കേണ്ടതല്ലേ? അവരും ജനപ്രതിനിധികളല്ലേ? നിങ്ങൾ ഈ പറയുന്ന വിദ്വേഷ പ്രചാരണത്തെ എൻഡോഴ്സ് ചെയ്യുന്നുണ്ടോ എന്ന് ഹൈബീഡനോടോ കെ ബാബുവിനോടോ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അപ്പോൾ ഈ സർക്കാരിൽ ഉള്ള മന്ത്രിമാരിൽ എത്ര പേർ, ഭൂരിപക്ഷം ന്യൂനപക്ഷം നോക്കി തന്നെ ഭൂരിപക്ഷം മന്ത്രിമാരെടുക്കുക, എത്ര പേർ വെള്ളാപ്പള്ളി നടേശനെ തുറന്ന് എതിർക്കുന്നവരുണ്ട്? തുറന്ന് എതിർക്കുന്നവർ ന്യൂനപക്ഷമായിരിക്കും. അതിലൊരാൾ VD സതീശനുമായിരിക്കും. അതാണ് സത്യം. ഇനി കോൺഗ്രസ് നേതാക്കളിൽ തന്നെ ഇപ്പോൾ KC വേണുഗോപാൽ ആവട്ടെ, രമേശ് ചെന്നിത്തല ആവട്ടെ, എന്തുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ VD സതീശന് വേണ്ടി ആൾക്കാർ വാദിക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശനൊരു ഘടകമായത്? വെള്ളാപ്പള്ളി നടേശനോടുള്ള രമേശ് ചെന്നിത്തലയുടെയും KC വേണുഗോപാലിൻ്റെയും നിലപാടാണ് ചോദ്യം ചെയ്യപ്പെട്ടത്. അപ്പോൾ കോൺഗ്രസ്സിലെല്ലാവരും വലിയ സെക്യുലറിസ്റ്റുകളും പുരോഗമന ആശയമുള്ള ആൾക്കാരും സമഭാവനയുള്ള ആളുകളൊക്കെയാണെന്ന് ധരിക്കുന്നത് വെറുതെയാണ്. ആ ആശയങ്ങൾ പറഞ്ഞിട്ടുള്ള ആൾ, തുറന്ന് സംസാരിച്ചിട്ടുള്ള ആൾ VD സതീശനാണ്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ ആ ആസ്പിറേഷനിൽ വോട്ട് ചെയ്ത വോട്ടർമാർ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആവണമെന്ന് ആവശ്യപ്പെട്ടത്. ജനം തെരുവിലിറങ്ങിയത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടത് അതിനുവേണ്ടിയാണ്. അതല്ലാതെ ഈ UDF സർക്കാർ മൊത്തം ഒരു പുരോഗമന സ്വഭാവമുള്ളൊരു സർക്കാരാണ്. അതിൻ്റെ മൊത്തം ആ UDFൻ്റെ മൊത്തം നിലപാട് ഇത്തരം സാമുദായിക ശക്തികൾക്ക് എതിരാണ്, അവരുടെ ഭീഷണികൾക്കോ സമ്മർദ്ദങ്ങൾക്കോ വഴങ്ങാത്തവരാണ് എന്നത് തെറ്റായ ധാരണയാണ്. കാരണം ഇതിനു മുമ്പ് ഒരു UDF സർക്കാർ ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു. ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സാമുദായിക സംഘടനകളോട് അത് സ്വീകരിച്ച നിലപാടെന്താണ്? NSSന് തിരുവനന്തപുരത്തെ കണ്ണായ ഭാഗത്ത് 5 സെൻറ്റ് സ്ഥലം, 5 സെൻറ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല, തിരുവനന്തപുരത്ത് വളരെ പ്രധാനപ്പെട്ട പാളയത്തിനടുത്ത് തന്നെ 5 സെൻറ്റ് സ്ഥലം ഭൂദാനം ചെയ്തു. ഇത് SNDPക്ക് 25 ഏക്കർ സ്ഥലം വാഗമണ്ണിൽ എഴുതി കൊടുത്തു. ചുമ്മാ വെറുതെ എഴുതി കൊടുത്തു. അങ്ങനെയാണ് സാമുദായിക സംഘടനകളെ പ്രീണിപ്പിച്ചുകൊണ്ടിരുന്നത് ഉമ്മൻചാണ്ടി സർക്കാർ.